എന്റെ റൂമിൽ എന്തായി കാണിക്കുന്നത്? അത് പിന്നെ ഈ ടോയ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ടു നോക്കാനും എടുത്ത് കളിക്കാനും നല്ല കൊതിയുണ്ട്. അതുകൊണ്ടാ. ഈ റൂമിലൊന്നും നീ വരാൻ പാടില്ല. നീ പുറത്തു പോ. പ്ലീസ് കവിൻ, ഞാൻ ഇത്രയും ടോയ്സ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഒരു പ്രാവശ്യം താ പ്ലീസ്. നോ, പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ പാവം പെണ്ണിനെ പോലെ അഭിനയിച്ചിട്ട് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതെനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? പുറത്തു പോ. പുറത്തു പോവാനല്ലേ ഞാൻ പറഞ്ഞത്. എടാ കവനെ, എന്താ നീ ഇപ്പൊ കാണിച്ചേ? നില ആരാ? നിന്റെ കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഇന്ന് അവളെ ടോപ്പ് മാർക്ക് വാങ്ങിച്ച ദിവസമാ. നമ്മൾ അതിന് ഒരു ട്രീറ്റ് കൊടുത്തു വരേണ്ട മര്യാദ ഇല്ലടാ നമുക്ക്. മനസ്സിലായോ? നില, നിനക്ക് ഇഷ്ടമുള്ളത് പോയി കളിച്ചോ മോളെ. എന്താടാ നോക്കുന്നത്? അച്ഛനെ ഇപ്പൊ ഓവറായിട്ട് സംസാരിക്കുന്നത്. ഈ ഡയലോഗ് ഞാൻ പറയേണ്ടതാ. നീയാ ഇപ്പൊ ഓവറായിട്ട് പെരുമാറുന്നത്. ഇതിനു മുമ്പ് നീ മാർക്ക് കുറച്ച് വാങ്ങുമ്പോൾ ഞാൻ നിന്നെ വഴക്ക് പറയാറുണ്ട്. ഇന്ന് നീ ഒരു മാർക്കും വാങ്ങിച്ചിട്ടില്ല, ആനമുട്ടയാ. അതിന് ഞാൻ നിന്നെ എന്താ ചെയ്യേണ്ടത്? പക്ഷെ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിലയിലെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അവളെ ഫ്രീ ആയിട്ട് നീ വിട്ടേക്കണം. ഇല്ല, നീ കളിച്ചോ മോളെ. എന്താടാ തുറച്ചു നോക്കുന്നേ? ഹലോ, ആ ആ ആ പറഞ്ഞോ. എടാ കവിനെ, നീയും വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ വരുന്നില്ല, നീ ഒറ്റക്ക് കളിച്ചോ. ആ പെട്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവാ? അങ്കിളിന് നിറയെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓ വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. താങ്കൾക്ക് വേണ്ടി വീട്ടിൽ വലിയ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ താൻ ഇവിടെ തനിയെ വന്നിരിക്കുന്നു. പോയി കളിക്ക് പോ. സാറ് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, വരാൻ പറഞ്ഞു. താങ്കൾ പെട്ടെന്ന് അങ്ങോട്ട് പോയില്ലെങ്കിൽ താങ്കളെ അന്വേഷിച്ച് സാർ ഇങ്ങോട്ട് വരും. ഈ പോട്ട് എങ്ങനെ ഇവളുടെ കയ്യിൽ വന്നത്?